കലാട്ടയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറഞ്ഞാൽ 64ാമത് സംസ്ഥാന യുവജനോത്സവത്തിൽ സ്കൂൾ ഫെസ്റ്റിവലിൽ കൺപടിച്ചിരിക്കുന്നത് അതാണ് 5 പകലിരവുകൾ നീണ്ട പോരാട്ട ചൂടിനൊടുക്കം തൃശ്ശൂരിൽ നിന്ന് നിങ്ങളെ അറിയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ 117 പവൻ കപ്പിനൊരു അവകാശിയായിരിക്കുന്നു. അത് കോഴിക്കോടാണോ? അല്ല. പാലക്കാടാണോ? അല്ല. തൃശ്ശൂരാണോ? ഒട്ടുമല്ല. പിന്നെ ആരാണ്? കണ്ണൂരാണ്. 117 പവന്റെ അവകാശികൾ. ആ മോഹിപ്പിക്കുന്ന കപ്പ് കലോത്സവം തുടങ്ങിയ ദിവസം തന്നെ കണ്ണുവെച്ച് എല്ലാ ജില്ലകളും എത്തിയിരുന്നെങ്കിലും അതിൽ മുത്തമിടാനുള്ള അവകാശി അത് എന്ന് വെച്ചാൽ ആദ്യത്തെ മത്സരത്തിന്റെ പോയിന്റ് റിസൾട്ട് വന്നത് മുതൽ തുടങ്ങിയ കുതിപ്പാണ്. അത് അവസാന മത്സരത്തിന്റെ റിസൾട്ടും സ്വന്തമാക്കിക്കൊണ്ട്, എന്ന് വെച്ചാൽ അവസാന മത്സരത്തിൽ എ ഗ്രേഡും സ്വന്തമാക്കിക്കൊണ്ട് കണ്ണൂർ അജയ്യമായ കുതിപ്പ് തുടർന്നുകൊണ്ട് 117 പവൻ കപ്പ് 5ാമത് തിരിച്ചു പിടിച്ചിരിക്കുന്നു. കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 കലോത്സവങ്ങൾ ഇതായ തൊട്ടില്ല എന്ന മട്ടിലാണ് കപ്പ് നഷ്ടമായത്. അതുകൊണ്ട് ഇത്തവണ 2ഉം കൽപ്പിച്ചാണ് അവർ വന്നത്. കപ്പ് കൊണ്ടുപോകുമെന്ന് ഉറപ്പിച്ചതാണ്. ആ റിസൾട്ടാണ് നമ്മൾ ആദ്യ ദിനം മുതൽ കാണുന്നത്. അന്ന് ഗ്രാഫിൽ മോളിൽ കയറി ഇരുന്നതാണ്. പിന്നീട് ഇതുവരെ താഴേക്ക് ഇറങ്ങിയിട്ടില്ലെന്ന് മാത്രമല്ല ഇപ്പൊ കപ്പ് എടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. 2ഉം കൽപ്പിച്ചാണ് ഇത്തവണ കണ്ണൂരുകാരെത്തിയത്. തേക്കിൻകാട് മൈതാനിയിൽ നിന്ന് ആ കപ്പും പറിച്ചുകൊണ്ട് പോകുന്നു കണ്ണൂർ എന്നുള്ള. നമുക്കതിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് പോകണം. ഏത് മത്സരം കഴിഞ്ഞപ്പോഴാണ് കണ്ണൂരിന്റെ അപ്രമാദിത്വം അരക്കിട്ടുറപ്പിച്ചത് എന്നത് നമുക്കറിയണം. ഫീൽഡിൽ നിന്ന് നടരാജ് പരശുരാം തത്സമയം ചേരുന്നുണ്ട്. നടരാജ്, അങ്ങനെ കണ്ണൂർ കപ്പ് ഉറപ്പിച്ചിരിക്കുന്നു, ആഘോഷങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ? ഒപ്പം തന്നെ ഏത് മത്സര ശേഷമാണ് ആ റിസൾട്ട് വന്നത്? അപ്പോൾ എല്ലാ മത്സരങ്ങളും പൂർത്തിയായോ? ഇനി ഒരു മാറ്റത്തിനും സാധ്യതയില്ല. അതായത് കണ്ണൂർ മുന്നോട്ട് തന്നെ കുതിക്കുന്നു, കപ്പുമായി മടങ്ങുകയാണ്. 1028 പോയിന്റോട് കൂടിയാണ് കണ്ണൂർ ജേതാക്കളായിരിക്കുന്നത്. 1028 പോയിന്റാണ് അവർ നേടിയത്. നേരത്തെ വഞ്ചിപ്പാട്ടിന്റെ ഫലമാണ് വരാനുണ്ടായിരുന്നത്. വഞ്ചിപ്പാട്ടിന്റെ ഫലവും അപ്പീലുകളുടെ ഫലവും കൂടി പരിഗണിച്ചതോടുകൂടി കണ്ണൂര് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്നിരുന്ന അപ്രമാദിത്വം തുടരുകയായിരുന്നു എന്ന് തന്നെ പറയാം. തൊട്ടു പിന്നാലെ തൃശ്ശൂരുണ്ട്. 1023 പോയിന്റോട് കൂടിയാണ് തൃശ്ശൂർ 2ാം സ്ഥാനത്തെത്തിയത്. നേരത്തെ കോഴിക്കോടുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടം ഉണ്ടായിരുന്നെങ്കിലും 1023 പിന്നാലെ 1017 പോയിന്റുകളാണ് കോഴിക്കോട് നേടിയിരിക്കുന്നത്. അപ്പോഴും കണ്ണൂര് ഏറെ മുന്നിലായിരുന്നു എന്ന് പറയാം. 4ാം സ്ഥാനത്ത് പാലക്കാട് 1013 പോയിന്റും 5ാം സ്ഥാനത്ത് കൊല്ലം 986 പോയിന്റും മലപ്പുറം 6ാം സ്ഥാനത്ത് 981 പോയിന്റുമായി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തിരുവനന്തപുരമാവട്ടെ 977, എറണാകുളം 976, കാസർഗോഡ് 947, കോട്ടയം 942, വയനാട് 935, ആലപ്പുഴ 489, പത്തനംതിട്ട 462, ഇടുക്കി 448 എന്നിങ്ങനെയാണ് നിലവിലുള്ള സ്ഥിതി. മറ്റ് കലോത്സവത്തിൻ്റെ ഒക്കെ തന്നെ മാർക്സിസ്റ്റും മറ്റും അപ്ഡേറ്റ് ആയി വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പുതിയ വിവരപ്രകാരം കണ്ണൂർ ജേതാക്കളായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കലോത്സവം തുടങ്ങിയത് മുതൽ ഗ്ലാമർ ഇനങ്ങളിലും രചനാ ഇനങ്ങളിലും ഒക്കെ തന്നെ കണ്ണൂരിലെ ചുണക്കുട്ടികൾ വലിയ രീതിയിലുള്ള മികച്ച പ്രകടനം നടത്തുന്നു നമ്മൾ കണ്ടു. അപ്പോഴും കോഴിക്കോടും തൃശ്ശൂരും പാലക്കാടും ഉള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളും ഇഞ്ചോടിഞ്ച് പോരാട്ടം വെക്കുന്നത് കണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമുണ്ടായ പല ഇനങ്ങളിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താനായതോടു കൂടിയാണ് 6 മുതൽ 8 പോയിന്റ് വരെയുള്ള വ്യത്യാസത്തിൽ കണ്ണൂർ മുന്നേറാൻ തുടങ്ങിയത്. ഇതിന് അപ്പീലുകളുടെ ഫലം വരുമ്പോൾ മാറ്റം വരാമെന്ന് പറഞ്ഞെങ്കിലും 6 മുതൽ 8 വരെയുള്ള പോയിന്റിന്റെ വ്യത്യാസം വന്നതോടുകൂടി തൃശ്ശൂരിനോ പാലക്കാടിനോ അല്ലെങ്കിൽ കോഴിക്കോടിനോ ഒരു ചുവട് മുന്നോട്ട് വെച്ചുകൊണ്ട് കണ്ണൂരിനെ മറികടക്കാൻ കഴിയില്ല എന്ന കാര്യം ഇന്നലെ വൈകുന്നേരം മുതൽ വ്യക്തമായിരുന്നു. പക്ഷേ ഇന്ന് നടന്ന 28 ഇനങ്ങളിൽ ചുരുങ്ങിയത് 4 ഇനങ്ങളിലെങ്കിലും മാറ്റം വന്നാൽ ഇത്തരത്തിൽ റിസൾട്ട് മാറി മറിയാനുള്ള സാധ്യതകളും